കോഴിക്കോട് പതിമംഗലത്ത് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. പിക്കപ്പ് വാൻ ഡ്രൈവറും 2 കാർ യാത്രികരുമാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മിഥില ബാലൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥില, അപകടം എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു അപകടം? 2 പേർ മരിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ 2:50 ഈ ഒരു അപകടമുണ്ടായത്. ഈ അപകടം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കുന്നമംഗലം പതിമംഗലത്താണ് ഈ ഒരു അപകടമുണ്ടായത്. 3 പേരാണ് മരിച്ചിട്ടുള്ളത്. 3 പേർ എന്ന് പറഞ്ഞാൽ 2 കാർ യാത്രികർ, അതായത് വാവാട് സ്വദേശി നിഹാൽ, ഒപ്പം തന്നെ പുതുപ്പാടി സ്വദേശി സുബിക്ക്, ഇവരാണ് കാർ യാത്രികർ. ഒപ്പം തന്നെ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന വയനാട് സ്വദേശി ഷമീറുമാണ് മരിച്ചത്. പിക്കപ്പ് വാനും i20 കാറുമാണ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആ വാഹനത്തിന്റെ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് കുന്നമംഗലം ഭാഗത്തും കൊടുവള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വെള്ളിമാട് കുന്നിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഏറെ നേരത്തെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ അകത്തു നിന്നും 2 വാഹനങ്ങളിൽ നിന്നും, അതായത് ഈ ലോറിയുടെ പിക്കപ്പ് വാനിൻ്റെ പറയുകയാണെങ്കിൽ പിക്കപ്പ് വാനിൻ്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഹൈഡ്രോളിക് ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് ആണ് ഇത്തരത്തിൽ ഈ ഒരു കാറിൻ്റെ അകത്തു നിന്നും i20 കാറിൽ നിന്നും 2 യാത്രികരെ പുറത്തെടുത്തത്. 5 പേർക്കായിരുന്നു പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഇതിൽ 3 പേരാണ് മരിച്ചത്. 2 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഗുരുതരാവസ്ഥയിലുള്ളത് പിക്കപ്പ് വാനിലുണ്ടായിരുന്ന വയനാട് സ്വദേശി എന്നാണ് നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇതിനായാലും ഇന്ന് പുലർച്ചെ 2:50 ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. 3 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയൊരു അപകടമാണ് ഉണ്ടായത്. 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വെള്ളിമാട് കുന്നിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് വിഞ്ച് ഉപയോഗിച്ച് 2 വാഹനങ്ങളെയും വേർപെടുത്തിയ ശേഷമാണ് പിന്നീട് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ആദ്യം കാറിൽ നിന്നും കാർ യാത്രികരെ പുറത്തെടുത്തു. തൽക്ഷണം തന്നെ 2 പേർ ഇവിടെ നിന്നും മരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരാൾ ആശുപത്രിയിലേക്കുള്ള കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചത്. വലിയൊരു അപകടം തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാകും. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുന്നമംഗലത്താണ് വാഹനാപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്.